ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിലോമീറ്റർ. അപ്പോൾ ഗൈസ് നമ്മളിതാ കണ്ടില്ലേ, ലൈറ്റ് ഹൗസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ അസലൊരു സൺബാത്തൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ സമയം ഏതാണ്ട് 9 മണി ആയിട്ടുള്ളൂ. 10 മണിയാകുമ്പോഴേ ഇത് തുറക്കുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിവിടെ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇനി 1 മണിക്കൂറുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നമുക്ക് എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഗോസ്റ്റ് ടൗണൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും അപ്പോഴത്തേക്ക് 1 മണിക്കൂറാവും. പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ കഴിക്കാം. 10 മണി 10. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ട് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്കത് കഴിക്കുന്നതിന് മുമ്പ് ഗോസ്റ്റ് ടൗണും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴത്തേക്ക് ഏതാണ്ട് ടൈമാവും. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഇവിടെ ജസ്റ്റ് ധനുഷ്കോടി അരച്ചിൽമണിയിൽ വന്നിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. തിരിച്ചു പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് ഇവിടെ ഒന്നുകൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ആക്ച്വലി നോക്കിയപ്പോൾ രാമേശ്വരത്തുനിന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ വന്ന കിലോമീറ്റർ 20, തിരിച്ചു പോകുന്ന 40, പിന്നെ വരുന്നത് അങ്ങനെ 40, 80 കിലോമീറ്ററോളം ഞാൻ വെറുതെ ഓടേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരുപാട് കാണാനുണ്ടല്ലോ. ഇതാ ഓൾഡ് കണ്ടില്ലേ, ഏതാണ്ട് ഓൾഡ് ചർച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഓൾഡ് ചർച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്ട്രക്ചർ കാണുമ്പോൾ നമ്മുടെ സുനാമിയുടെയൊക്കെ ഒരു വിഷ്വലാണ് മൈൻഡിൽ വരുന്നത് കേട്ടോ. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവരുടെ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ലേ, അതാണ്ട് ഇതിൻ്റെ അകത്ത് പഴയ പള്ളിയുടെ അൽത്താരയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ സ്റ്റോൺസ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഇത് പക്ക നോർമൽ സ്റ്റോൺസ് അല്ല കേട്ടോ. ഫോസിൽ പോലത്തെ അതിൻ്റെ ഒരു ഐറ്റമാണ് വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ക്ലോസപ്പ് ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ മനസ്സിലാവും, ഫോസിലും നമ്മുടെ ഇവിടുത്തെ കോറൽസ് പോലത്തെ ഒക്കെ വെച്ചിട്ടാണ് കരിങ്കല്ലിന് പകരം എന്നുള്ളതല്ല, കരിങ്കല്ലിൻ്റെ കൂടെ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പരിപാടി ഇത് തന്നെയാണ് കാണാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡാണ്. ഓൾമോസ്റ്റ് ഒരു 50% എബവ് ഡിസ്ട്രോയിഡായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ പള്ളിയുടെ സൈഡാണ്. ഓക്കെ, പള്ളിയുടെ സൈഡിൽ നിന്ന് ഇതിലേ ഒരു വഴി ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ആണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇതൊരു ഗോസ്റ്റ് ടൗൺ ആണെന്ന്. കാരണം ഇവിടെയാണ് ഒരുപാട് പഴയ അവശിഷ്ടവും വീടിൻ്റെ അവശിഷ്ടമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ സൈഡ് കൂടി ഒന്ന് നോക്കുക. അതായത് ആ ലൈറ്റ് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വഴിയും നമുക്ക് വന്ന് ഇറങ്ങാൻ കഴിയും കേട്ടോ. ഇവിടെ നിന്ന് കാണുന്നത് പള്ളിയാണ്. പള്ളിയുടെ സൈഡിൽ കൂടെയും വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ശരിക്കും ഗോസ്റ്റ് ടൗൺ എന്താണെന്നുള്ളത് ഇവിടെ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്ടായ ഈ പള്ളിയും ഒക്കെ കണ്ടു പോകാറുണ്ട്. പക്ഷേ നമ്മളത് ഇത്തവണ ആരെ വിളിക്കുന്നുണ്ടല്ലോ, എന്നെയാ. ഓക്കെ, അപ്പോൾ നമ്മൾ പള്ളിയും ഇതൊക്കെ കണ്ടു പോകാറുള്ളതാണ് പതിവ്. പക്ഷേ നമ്മൾ ഇത്തവണ ഇതൊക്കെ കൂടി ഒന്ന് കാണുകയാണ് കേട്ടോ. മലയാളിയാ? ആ, ഓക്കെ. 1964 മുതലുള്ള കഥ പറഞ്ഞു. അതിന് മുമ്പ് നമ്മൾ മലയാളം അറിയാം. തമിഴ് ചിലപ്പോൾ
பேர் முருகன். இது 185 ஃபேமிலி இருக்குது. முதல்ல இந்த 64 புயல தப்புக்குன்னு வாரிசு. நான் 3ஆவது தலைமுறை. இவங்க இது க்ளோஸ் ஆகும்போது நானும் இல்லை, அம்மா அப்பா தாத்தா பாட்டி இருந்தது. தாத்தா பாட்டி கடலை போட்டு அம்மா அப்பா பழைச்சது. இந்த ஊர் வந்து தனுஷ்கோடி கிடையாது. இந்த ஊரை உருவாக்குறது இந்தியா கிடையாது, பிரிட்டிஷ்காரன் 1914. அவன் வச்ச பேர் வந்து மினி சிங்கப்பூர். 21 கிராமம் கொண்ட சிட்டி இது. அப்புறம் ராமேஸ்வரம் டெவலப்ல செங்கல் டெம்பிள் 10 பிராமணர்ஸ் மொத்தம் முள்ளுக்காடு தான். ஏன் மினி சிங்கப்பூர்னா சிங்கப்பூர் மலேசியா ஸ்ரீலங்கா பொருளை கொண்டு இருக்கு மார்க்கெட் மாதிரி செல்ஸ் பண்ணி படுத்துக்கோ திரும்புவோம். அப்புறம் 2 ரெயின், சென்னை எக்குமூலேருந்து ஒரு ரெயின், கேரளா எர்ணாகுளத்துலேருந்து ரெயின். போட்டு மெயில்னா ரெயின் டிக்கெட் 80 ரூபா டிக்கெட் தான். ஸ்ரீலங்கா போட்டு டிக்கெட் சூப்பர் பிளேஸ் ஸ்ரீலங்கா போகிறது. கேரளாவிலேருந்து கிராம்பல் கஸ்பல் ஸ்ரீலங்கா டீ தேயிலை எக்ஸ்போர்ட். 1914 இங்கே ரெயின் அவுட் இறங்கி இது இந்தியன் ஓஷன் பீச். இந்த பீச்சை காணாண்டா குதிரை வண்டி பிடிச்சி பண்ண தான் பீச்சை காண முடியும். 3.5 கிலோமீட்டர் சுற்றி கடலுக்குள்ளே போயிடுச்சு. பஸ் ஸ்டாண்டு, மார்க்கெட்டு, பொதுமக்கள் விடும் மசூதி, கோல்டு ஷாப்லாம் கடலுக்குள்ளே தான் இருக்குது பிரிச்சு. அதுலேருந்து ஸ்ரீலங்கா 14 கிலோமீட்டர். அங்கே போய்ட்டு நம்ம செல்ஃபோன் ஏர்டெல்லோட பண்ணிட்டு ஸ்ரீலங்கா நெட்ஒர்க் ஒரு ரோமிங் வரும். வெல்கம் ஸ்ரீலங்கா வெல்கம் வந்துருக்கு. வெல்கம். அங்கேருந்து நம்ம கால் பண்ணால் காலுக்கு ₹1 ரோமிங் சார்ஜ் பிடிக்கும் ஸ்ரீலங்கா. ஸ்மக்லிங் போகிற ஏரியா, அதனால வேர்த்தாலுக்கு அலவுட் இல்லை. அப்படி எடுங்க. அடுத்து பில்டிங்கு இந்த பெருசாக மரம் பில்டிங் இருக்குல்ல, அதான் போஸ்ட் ஆஃபீஸ், டெலிஃபோன் ஆஃபீஸ். இங்கே தான் டெலிஃபோன் ஒரு கடல் உள்ளே ஸ்ரீலங்கா கொண்டு போயிருக்காங்க பிரிட்டிஷ்காரன். இந்த செங்கல் ரவுண்டு ஒன்று இருக்குல்ல, அது அங்கே பில்டிங் இருக்குது. சிமெண்ட் கிட்ட குடியோன்னு அந்த குதிரை மாதிரி விநாயகர், அதுக்கு விநாயகர் கோயில் அந்த சிலையை கொண்டு ராமேஸ்வரம் பொலிட்டேஷன் ஏற்ற வச்சுருக்காங்க. லாஸ்ட்டில் தான் எடுத்தது மெடிக்கல் காலேஜ். இந்த காலேஜ் ஸ்கூல் தான் ரெயினோட அப்படி கடலில் போனது. இந்த பக்கத்தில் உடனே கிடக்குது இந்த சர்ச் பார்த்து அந்த ஸ்கூல் டாய்லெட்டு. ஓகே அண்ணா, பாய். പേരെങ്ങനെ? ശ്രേയസ്. മലപ്പുറം അല്ലേ? മലപ്പുറം അല്ലേ? കിലോമീറ്റർ ബൈ ജിതിൻ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നമ്മളിതുപോലെ ഇടയ്ക്കൊക്കെ ട്രിപ്പ് ഇറങ്ങാറുണ്ട് അങ്ങനെ. ഇതാണ് ഇവിടുത്തെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ.